സംസ്ഥാനത്ത് ആശങ്കയുയർത്തി ഷിഗല്ല രോഗബാധ വ്യാപനം തുടരുന്നതിനിടെ തൃശൂരിലും രോഗം മൂലമുള്ള മരണം റിപ്പോർട്ട് ചെയ്തു. മാപ്രാണം സ്വദേശിക്കാണ് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മരണം സംഭവിച്ചത്. ഇതോടെ ഈ വർഷം സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 5 തൃശൂരിലും രോഗബാധയെ തുടർന്ന് ഒരാൾ മരിച്ചു. മാപ്രാണം സ്വദേശിയായ വ്യക്തി കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചത്. ഇതോടെ ഈ വർഷം സംസ്ഥാനത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചു മരിച്ചവരുടെ എണ്ണം 5. ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഇതുവരെ 135 ഷിഗല്ല കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ രോഗബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് കുടിവെള്ള സ്രോതസ്സുകളിലും പൊതുസ്ഥലങ്ങളിലും ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടികൾ ശക്തമാക്കിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇതിനിടെ കണ്ണൂർ പാനൂരിലും 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. മൊകേരി പഞ്ചായത്തിലെ 10, 11 വാർഡുകളിലെ കുട്ടികൾക്കാണ് രോഗബാധ കണ്ടെത്തിയത്. പ്രദേശത്ത് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. വയറിളക്കം, പനി, രക്തം കലർന്ന മലവിസർജനം തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രകടമായാൽ ഉടൻ ചികിത്സ തേടണമെന്നും ശുദ്ധമായ കുടിവെള്ളവും വ്യക്തിശുചിത്വവും ഉറപ്പാക്കണമെന്നും ആരോഗ്യവകുപ്പ് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മീഡിയ ടൈം, തൃശൂർ.